മുഖ്യമന്ത്രിയായി സി ജോസഫ് വിജയ് അധികാരമേറ്റിട്ട് ഇന്ന് 100 ദിവസം തികയുകയാണ്. 2026 മെയ് 10-നാണ് അദ്ദേഹം തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. വിജയ് സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം അധികാരമേറ്റെടുത്ത് 100 ദിവസമായിരിക്കുകയാണ്. കഴിഞ്ഞ 59 വർഷമായി തമിഴ്നാട് ഭരിച്ചിരുന്ന പ്രധാന ദ്രാവിഡ പാർട്ടികളായ DMK, AIADMK എന്നിവയുടെ ആധിപത്യം അവസാനിപ്പിച്ചാണ് വിജയുടെ TVK അധികാരം പിടിച്ചെടുത്തത്. 234 അംഗ നിയമസഭയിൽ 108 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ TVK കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുടെ പിന്തുണയോടെയാണ് സർക്കാർ രൂപീകരിച്ചത്. 200 യൂണിറ്റ് സൌജന്യ വൈദ്യുതി, കാർഷിക കടങ്ങൾ എഴുതിത്തള്ളൽ, അഴിമതിരഹിത സുതാര്യ ഭരണം എന്നിവയാണ് സർക്കാരിന്റെ പ്രധാന നേട്ടങ്ങളായി സ്പീക്കർ JCD പ്രഭാകർ ചൂണ്ടിക്കാണിച്ചത്. വെട്രി തമിഴ്നാട് ഇൻവെസ്റ്റേഴ്സ് കോൺക്ലേവ് വഴി ആദ്യ 100 ദിവസത്തിനുള്ളിൽ 1 ലക്ഷം കോടിയിലധികം രൂപയുടെ നിക്ഷേപ കരാറുകൾ ആകർഷിക്കാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. 100 ദിവസത്തെ ഭരണ പൂർത്തീകരണത്തോടനുബന്ധിച്ച് തന്റെ സർക്കാർ പുതിയൊരു യുഗത്തിനായുള്ള ജനങ്ങളുടെ മനസാക്ഷിയാണെന്നും സുതാര്യമായ ഭരണത്തിനും ഗ്രാമീണ വികസനത്തിനും മുൻഗണന നൽകുമെന്നും മുഖ്യമന്ത്രി വിജയ് വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് 99 ന്യൂസ് തമിഴ്നാട്. നമസ്കാരം. 2026 പകുതിയിൽ ജെനസിസ് ഏജ് കെയർ എത്തി നിൽക്കുമ്പോൾ ഇതിന്റെ 1-ാം ഘട്ടം വളരെ സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്യുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിച്ചു. ചില മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ജെനസിസ് ഗാർഡിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട്. എങ്കിലും പലയിടങ്ങളിൽ നിന്നും സ്നേഹസമ്പന്നരായ പല മാതാപിതാക്കന്മാരും അവരുടെ റിട്ടയർമെന്റ് ജീവിതം ചെലവഴിക്കുവാൻ ജെനസിസ് തിരഞ്ഞെടുത്തപ്പോൾ ഞങ്ങൾ 1-ാം ഘട്ടത്തിൽ നിർമ്മിച്ച എല്ലാ റൂമുകളിലും ഏകദേശം റെസിഡൻസ് നിറഞ്ഞതിനാൽ ജെനസിസ് ഗാർഡൻ ഏജ് കെയറിന്റെ സെക്കൻഡ് പാർട്ട് ബിൽഡിംഗ് പണികൾ ഉടൻ ആരംഭിക്കുന്നു. നിങ്ങളുടെ റിട്ടയർമെന്റ് ജീവിതം നിങ്ങൾ തനിച്ചാണോ? നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക.